ഒന്നാമതായിട്ട് യൂണിറ്റ് 9ഉം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലാസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്? താഴെ പറയുന്നവയിൽ ഏതാണ് കോസ്റ്റ് അക്കൗണ്ടിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലാത്തത്? കോസ്റ്റ് കൺട്രോൾ അക്കൗണ്ട് ആണോ, സ്റ്റോറേജ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണോ, വേജസ് കൺട്രോൾ അക്കൗണ്ട് ആണോ? ഏതാണ് ആൻസർ? വിച്ച് ഇസ് നോട്ട് എ ക്ലാസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്? സി ആണോ? അതെ, സി ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായി വരുന്ന പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ ആണ്. അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് അല്ല, മറിച്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലൂടെ കിട്ടിയ പ്രോഫിറ്റ് എങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്തു, അതിൽ എത്ര ശതമാനം മറ്റ് പല ആവശ്യങ്ങൾക്കായി റിസർവ് ആയി മാറ്റി, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ട് ആണ്. സോ ആൻസർ ഇസ് സി, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട് ആണ്, നോട്ട് എ കോസ്റ്റ് അക്കൗണ്ട്. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. കോസ്റ്റ് അക്കൗണ്ട്സ് ഇൻക്ലൂഡ് കൺട്രോൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു കോസ്റ്റ് സെന്റേഴ്സ്. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്ന സെന്റർ. ക്ലിയർ ആണോ? ഏതൊരു പെർട്ടിക്കുലർ സംഭവവുമായി ബന്ധപ്പെട്ടാണോ ചിലവുണ്ടാകുന്നത് അതിനെയാണ് കോസ്റ്റ് സെന്റർ എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ചിലവുണ്ടായാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ ആകാം. വേജ് നിങ്ങൾക്ക് ഒരു ചിലവാണെങ്കിൽ അതൊരു കോസ്റ്റ് സെന്റർ ആകാം. അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാം. അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്, കൺട്രോൾ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ആൻഡ് എലമെന്റ്സ് ലൈക്ക് മെറ്റീരിയൽ, വേജസ് ആൻഡ് ഓവർഹെഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഈസ് ടു അസിസ്റ്റ് ഇൻ ടാക്സേഷൻ ആണോ, പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണോ, അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണോ, മോണിറ്റർ റിസീവബിൾസ് ആൻഡ് പേയബിൾസ് ആണോ? സി ആണ്. അസർട്ടൈൻ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഫോക്കസ് ഓൺ ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സർവീസ് റെൻഡേർഡ് വിച്ച് ഹെൽപ്പ് ഇൻ പ്രൈസിങ്. പ്രൈസ് ചെയ്യാൻ, നമ്മളുടെ കമോഡിറ്റിയെ പ്രൈസ് ചെയ്യാൻ സഹായിക്കും. അതിന്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും, വേസ്റ്റേജ് കുറച്ചുകൊണ്ട്. അതുപോലെ ബെറ്റർ ഡിസിഷൻ എടുക്കാനും നമ്മളെ സഹായിക്കും. മൂന്നാമത്, in cost accounting, wages paid to factory supervisor are classified as. ഫാക്ടറി സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന വേജിനെ എന്തായിട്ടാ ക്ലാസിഫൈ ചെയ്യുന്നത്? ഡയറക്റ്റ് ലേബർ എന്നാണോ, ഇൻഡയറക്റ്റ് ലേബർ ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആണോ, സെല്ലിംഗ് എക്സ്പെൻസസ് ആണോ? വേജ് പെയ്ഡ് ടു ഫാക്ടറി സൂപ്പർവൈസേഴ്സ്. ബിയും സിയും കൺഫ്യൂഷൻ വരും. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാ. ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിലേ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിനകത്ത് വരത്തുള്ളൂ. ക്ലിയർ ആണോ? എന്തായാലും സൂപ്പർവൈസർ ഓഫീസുമായി ബന്ധപ്പെട്ടതല്ല, അത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പിന്നെ നോക്കാനുള്ളത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന്. അത് ഇൻഡയറക്റ്റ് ആ, കാരണം സൂപ്പർവൈസർ അത് സൂപ്പർവൈസർ. ക്ലിയർ ആണോ? ആ ലേബറർ ആണ് ശരിക്കും പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് ആയി ഇൻവോൾവ് ആവുന്നത്. സൂപ്പർവൈസർ ആ ലേബററെ സൂപ്പർവൈസ് ചെയ്യത്തേ ഉള്ളൂ. അയാൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആണ്. ക്ലിയർ ആണോ? വേജ് പെയ്ഡ് ടു ഫാക്ടറി സൂപ്പർവൈസർ ആർ നോട്ട് ഡയറക്ട്ലി ട്രേസബിൾ ടു സ്പെസിഫിക് പ്രോഡക്റ്റ്. ഒരു ഫാക്ടറിയിൽ ഒരു പ്രോഡക്റ്റ് മാത്രമായിരിക്കില്ല ഉൽപ്പാദിപ്പിക്കപ്പെടുക, ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടാം. ആ ഫാക്ടറിയെ മുഴുവൻ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് ഫാക്ടറി സൂപ്പർവൈസറുടെ ഉത്തരവാദിത്തം. അപ്പം അയാൾക്ക് കൊടുക്കുന്ന ആ പെർട്ടിക്കുലർ വേജ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലോട്ട് ഡയറക്ട്ലി ട്രേസബിൾ അല്ല. ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് ആയേനെ. ക്ലിയർ ആണോ? ഡയറക്ട്ലി ട്രേസബിൾ അല്ല, കാരണം ഫാക്ടറിയിൽ പല പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാം. അതുകൊണ്ട് അതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻ നേച്ചർ ആണ്.
hence classified as indirect labor forming part of overhead. അത് indirect labor ഡയറക്റ്റ് അല്ല, അത് ഓവർഹെഡിന്റെ ഭാഗമാകുന്നു. ഇനി ലേബേഴ്സ്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ലേബേഴ്സ് ആണെങ്കിൽ ആ ലേബേഴ്സിന് കൊടുക്കുന്ന വേജ് ഡയറക്റ്റ് ലേബറിന്റെ ഭാഗമാകും. ക്ലിയർ ആണോ? ഇത് സൂപ്പർവൈസർ ആയതുകൊണ്ടാണ് പ്രധാനമായിട്ടും അങ്ങനെ വരുന്നത്. അത് ഫാക്ടറി സൂപ്പർവൈസർ ആണ്. ക്ലിയർ അല്ലേ? യെസ്. നാലാമത്തത്, which of the following method of wage payment combine both time and output? ടൈമും ഔട്ട്പുട്ടും രണ്ടും കമ്പൈൻ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഒരു വേജ് പേയ്മെന്റ് ആണ്? സ്ട്രേറ്റ് ലൈൻ റേറ്റ് ആണോ, പീസ് റേറ്റ് സിസ്റ്റം ആണോ, ഹാൽസി പ്ലാൻ ആണോ, റോവൻ പ്ലാൻ പേയ്മെന്റ് ആണോ? ഏതിലാണ് ടൈമും ഔട്ട്പുട്ടും രണ്ടും കമ്പൈൻ ചെയ്യുന്നത്? ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെന്റ് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് നോക്കണം. ഇതിന്റെ ആൻസർ വരുന്നത് റോവൻ പ്ലാൻ എന്നുള്ളതാണ്. റോവൻ പ്ലാൻ ഒരു ഹൈബ്രിഡ് വേജ് സിസ്റ്റമാണ്, വേർ ബോണസ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ ടൈം സേവ്, മേക്കിംഗ് ഇറ്റ് എ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് ഔട്ട്പുട്ട് ബേസ്ഡ്. ക്ലിയർ ആണോ? അവിടെ ഔട്ട്പുട്ടിനും പ്രാധാന്യമുണ്ട്, ടൈമിനും പ്രാധാന്യമുണ്ട്. രണ്ടിന്റെ ഒരു കോമ്പിനേഷനാ റോവൻ പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ചോദിച്ച ചോദ്യവും അതായിരുന്നു. ഔട്ട്പുട്ടിനും ടൈമിനും രണ്ടിനും പ്രാധാന്യം നൽകി രണ്ടിന്റെയും ബേസിസിൽ വേജ് പേയ്മെന്റ് നടത്തുന്നത് ഏത് സിസ്റ്റമാണ്? ഏത് സിസ്റ്റം പ്രകാരമാണ്? റോവൻ പ്ലാൻ പ്രകാരമാണ്. ക്ലിയർ ആണോ? സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഡിഫറെന്റ് വേജ് പേയ്മെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് നോക്കണം, ഇൻ ഡെപ്ത് തന്നെ നോക്കണം. ഓക്കെ. അഞ്ചാമത്, in a perpetual inventory system under cost accounting, materials issued are recorded through. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ. പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്? ബിൻ കാർഡിലൂടെയാണോ, സ്റ്റോർ ലെഡ്ജറിലൂടെയാണോ? ബിൻ കാർഡിലൂടെയും സ്റ്റോർ ലെഡ്ജറിലൂടെയും നമ്മൾ റെക്കോർഡ് ചെയ്യുമോ, അതോ ഫിസിക്കലി വെരിഫൈ ചെയ്താണോ നമ്മൾ അതിനെ കാണുന്നത്? ഫിസിക്കലി പോയി കണ്ട് വെരിഫൈ ചെയ്യുമോ? ബിൻ കാർഡ് നോക്കുമോ? ബിൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ബിൻ, അതിന്റെ പുറത്തെഴുതിയിട്ടുള്ള കാർഡ്. അപ്പൊ അതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, പോകുന്നതും വരുന്നതും കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അതാണ് ബിൻ കാർഡ്. ക്ലിയർ? സ്റ്റോർ ലെഡ്ജർ സ്റ്റോറുമായി ബന്ധപ്പെട്ട ഒരു ലെഡ്ജർ ആണ്. സ്റ്റോറിൽ നിന്ന് പോയതും വരുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജർ. ക്ലിയർ? ബിൻ കാർഡിലൂടെയാണോ ഒരു പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് റെക്കോർഡ് ചെയ്യുന്നത്, അതോ സ്റ്റോർ ലെഡ്ജറിലൂടെയാണോ, അതോ രണ്ടും ഉപയോഗിക്കുമോ, അതോ ഇതൊന്നും ഉപയോഗിക്കാതെ നേരിട്ട് പോയി കണ്ടു മനസ്സിലാക്കുമോ ഇപ്പൊ എത്രയുണ്ടെന്ന്? അതാണ് ചോദ്യം. എന്താ ആൻസർ? രണ്ടും യൂസ് ചെയ്യും. സി, ബോത്ത് ബിൻ കാർഡ് ആൻഡ് സ്റ്റോർ ലെഡ്ജർ കറക്റ്റ് ആൻസർ ആണ്. ബിൻ കാർഡ് ട്രാക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് ട്രാക്ക് ചെയ്യും. പോകുമ്പോൾ ബിൻ കാർഡിൽ അത് പോയ കാര്യവും ഇവരൊക്കെ എഴുതും. എത്ര ക്വാണ്ടിറ്റി വന്നത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കും. വൈൽ സ്റ്റോർ ലെഡ്ജർ റെക്കോർഡ് മോണിറ്ററി വാല്യൂ. ക്ലിയർ ആണോ? ബിൻ കാർഡിൽ ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, പോയത് എത്ര എന്നതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കും. സ്റ്റോർ ലെഡ്ജറിൽ ഇതിന്റെ മോണിറ്ററി വാല്യൂ എഴുതി വെക്കും. സോ ബോത്ത് യൂസ്ഡ് ഇൻ പെർപെക്ച്വൽ ഇൻവെന്ററി ടു മോണിറ്റർ മെറ്റീരിയൽ ഫ്ലോ. പെർപെക്ച്വൽ ഇൻവെന്ററി സിസ്റ്റത്തിൽ മെറ്റീരിയൽ ഫ്ലോ നോക്കുന്നതിന് വേണ്ടി രണ്ടും ഉപയോഗിക്കും. പിൻ കാർഡും ഉപയോഗിക്കും, സ്റ്റോർ ലെഡ്ജറും ഉപയോഗിക്കും. രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഒന്ന് ഫിസിക്കൽ മൂവ്മെന്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി അറിയാനും, മറ്റേത് അതിന്റെ മോണിറ്ററി വാല്യൂ, എത്ര വിലയുള്ളതാണ് പോയേക്കുന്നത് എന്നറിയാനും വേണ്ടിയിട്ടാണ്. ഓക്കെ. ആറാമത്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് റെഫേഴ്സ് ടു. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് എക്സ്പെൻസ്. അതിന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോർഷൻമെന്റ് എമംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആണോ? അതായത് ആ ഓവർഹെഡ് ഇൻഡയറക്ട് എക്സ്പെൻസ് ഡിപ്പാർട്ട്മെന്റിന് വീതിച്ചു കൊടുക്കുന്നതാണോ? അപ്പോർഷൻമെന്റ് എമംഗ് പ്രോഡക്ട്സ് ആണോ? പ്രൊഡക്ട്സിന് വീതിച്ചു കൊടുക്കുന്നതാണോ? റീ അപ്പോർഷൻമെന്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ? റീ അപ്പോർഷൻമെന്റ് നടത്തുന്നതാണോ? അലോക്കേഷൻ ടു കോസ്റ്റ് സെന്റർ ഉള്ളി, കോസ്റ്റ് സെന്ററിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണോ? ഏതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് എ ആണ്. അപ്പോർഷൻമെന്റ് എമംഗ് ഡിപ്പാർട്ട്മെന്റ്സ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇൻവോൾവ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓവർഹെഡ് ടു ഓൾ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഓൺ സ്യൂട്ടബിൾ ബേസിസ്. ക്ലിയർ ആണോ? അപ്പം ഇൻഡയറക്ട് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നമ്മളൊരു ബേസിസ്, അത് നമുക്ക് തീരുമാനിക്കാം ഏത് ബേസിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിനെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്ട്ലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ് നമ്മൾ ഒരു ലോജിക്കൽ ബേസിസിൽ എന്ത് ചെയ്യും? അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. ഡിപ്പാർട്ട്മെന്റുകൾക്ക് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. സർ, ചോദിച്ചോ. ഹാൽസി പ്ലാൻ, റോവൻ പ്ലാൻ ഇല്ലേ? നോട്ടില് നമ്മൾ പഠിച്ച സമയത്ത് അതിലും ടൈമിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ രണ്ടിലും? ഏതിനകത്ത്? ഹാൽസി പ്ലാനിനകത്തും റോവന്റെ പ്ലാനിനകത്തും? ബോണസ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ടൈം സേവ്ഡ് എന്ന റോവൻ പ്ലാനിൽ പഠിച്ചത്. ഹാൽസി പ്ലാനിലും അവര് സ്റ്റാൻഡേർഡ് ടൈമിൽ കുറച്ച് ടൈമിന് മുന്നേ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബോണസ് കിട്ടും എന്നാ പറയാ. രണ്ടും വരത്തില്ലേ? ഞാനത് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? ഓക്കെ. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? നാലാമത്തേതോ? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയിട്ട് പറയാം. ആറാമത്തേത് കഴിഞ്ഞു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ബേസ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ അപ്പോർഷനിങ് ക്യാൻറ്റീൻ എക്സ്പെൻസ്? നമുക്ക് ക്യാൻറ്റീൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ക്യാൻറ്റീന്റെ സേവനം ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏത് ബേസിസ് നമുക്ക് അപ്പോർഷൻ ചെയ്യാം? ഫ്ലോർ ഏരിയ ബേസിസ് ആണോ? നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിസ് ആണോ? ഡയറക്ട് ലേബർ അവർ ആണോ? മെഷീൻ അവർ ആണോ? ഏത് ബേസിസിൽ ക്യാൻറ്റീൻ എക്സ്പെൻസിനെ അപ്പോർഷൻ ചെയ്യാം? ക്യാൻറ്റീൻ എക്സ്പെൻസ് ഉണ്ട്. ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിക്കുന്നത് ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്, പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഈ ക്യാൻറ്റീന്റെ എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആ, ഡയറക്ട്ലി ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അപ്പോർഷൻ ചെയ്തേ പറ്റും ഒരു ലോജിക്കൽ ബേസിസിൽ. ഏതാ നമുക്ക് ലോജിക്കലി എടുക്കാൻ പറ്റുന്ന ഒരു ബേസിസ് എന്ന് പറയുന്നത്? ലോജിക്കൽ ബേസ് വർക്കേഴ്സിന്റെ നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ്. യെസ്, സിൻസ് ക്യാൻറ്റീൻ എക്സ്പെൻസ് ബെനിഫിറ്റ് വർക്കേഴ്സ് ആ വന്ന് കഴിക്കുന്നത്, അപ്പോർഷൻമെന്റ് ഈസ് ബെസ്റ്റ് ഡൺ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര വർക്കേഴ്സ് ഉണ്ട്, അവരെന്തായാലും വന്ന് കഴിക്കും എന്ന അസംഷനിൽ അതിന്റെ ബേസിസിൽ ഈ എക്സ്പെൻസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും കൂടുതൽ വർക്കേഴ്സ് ഉള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതൽ എക്സ്പെൻസിന്റെ പോർഷൻ പോകും, കുറവുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറവ് പോർഷൻ പോകും. ക്ലിയർ ആണോ? അതൊരു ലോജിക്കൽ ബേസിസ്. ഓക്കെ. അടുത്തത് റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻവോൾവ് ആകും അതിനകത്ത്? അലോക്കേറ്റിംഗ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്, അസൈനിങ് കോസ്റ്റ് ടു ജോബ്സ്, റീഡിസ്ട്രിബ്യൂട്ടിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്, ഐഡന്റിഫൈങ് അബ്നോർമൽ ലോസ്. ഏതാ റീ അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ? ആ ഡെഫിനിഷനിൽ തന്നെ ഉള്ള ഒരു പോയിന്റ് ഉണ്ട്. ഏതാ? യെസ്, സി ആണ്. റീഡിസ്ട്രിബ്യൂട്ടിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്. അത് തന്നെയാണ് റീ അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ. റീ അപ്പോർഷൻമെന്റ് എൻഷുർ കോസ്റ്റ് ഫ്രം സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ ഫെയർലി അലോക്കേറ്റഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് യൂസിങ് അപ്രോപ്രിയേറ്റ് ബേസിസ്. ക്ലിയർ ആണോ? സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ കാണും, പ്രൊഡക്ഷന് എന്താ പറയുന്നത് അനുബന്ധമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് കാണും. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ മെയിന്റനൻസ്, അവർ സർവീസാ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോസ്റ്റ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുപോകും. എന്നാൽ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റിനകത്ത് കയറത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇതെല്ലാം കൂടെ അവസാനം ടോട്ടൽ കോസ്റ്റിനകത്ത് കയറത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ സർവീസിന്റെ കോസ്റ്റിനെ റീ അപ്പോർഷൻ ചെയ്ത് പ്രൊഡക്ഷനിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? സോ അതിനെയാ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. റീഡിസ്ട്രിബ്യൂട്ടിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്, അതിനെയാണ് റീ അപ്പോർഷൻമെന്റ് എന്ന് പറയും. ഒമ്പതാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റീസൺ ഫോർ ഡിസ്ക്രീപ്പൻസി ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്? കോസ്റ്റ് അക്കൗണ്ട്സ് എടുത്താലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എടുത്താലും പൊരുത്തക്കേടുകൾ കാണാൻ സാധിക്കും. ഈ പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്ന റീസൺസ് കുറെ പറഞ്ഞായിരുന്നു. ഈ താഴെ പറയുന്നവയിൽ ഏതാണ് അങ്ങനെ ഒരു റീസൺ? സെയിം ട്രീറ്റ്മെന്റ് ഓഫ് ഓവർഹെഡ്, inclusion of notional rent in cost accounts, use of cash basis in both system, direct material valuation method. Second option ആണ്. Second one ആണ് correct.
കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഇൻക്ലൂഷൻ ഓഫ് നോഷണൽ റെന്റ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ എന്തെടുക്കും? നോഷണൽ റെന്റ് എടുക്കും. നോഷണൽ റെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പെർട്ടിക്കുലർ സാധനം നമ്മൾ ഉപയോഗിക്കാതെ റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എത്ര റെന്റ് കിട്ടിയേനെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രിമൈസസ് നമ്മൾ തന്നെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രിമൈസസ് അത് റെന്റിന് കൊടുത്തിരുന്നെങ്കിൽ എത്ര റെന്റ് കിട്ടിയേനെ. ഈ രീതിയിൽ നോഷണൽ റെന്റ്, ഇംപ്യൂട്ടഡ് റെന്റ്, ഇതൊക്കെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ എടുക്കും. ക്ലിയർ ആണോ? അതുപോലെ ഇംപ്യൂട്ടഡ് ഇൻട്രസ്റ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കോസ്റ്റ് അക്കൗണ്ട്സിൽ എടുക്കും. പക്ഷെ അത് എവിടെ എടുക്കത്തില്ല? ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എടുക്കത്തില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സും തമ്മിൽ ചില ഡിസ്ക്രീപ്പൻസീസ് കാണാൻ സാധിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ട്സ് മേ ഇൻക്ലൂഡ് നോഷണൽ കോസ്റ്റ് ലൈക്ക് റെന്റ് ഫോർ ഓൺഡ് ബിൽഡിംഗ്, നമ്മൾ തന്നെ ഓൺ ചെയ്യുന്ന ബിൽഡിംഗിന്റെ റെന്റ്. ക്ലിയർ ആണോ? വിച്ച് ആർ എക്സ്ക്ലൂഡഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ലീഡിംഗ് ടു ഡിഫറൻസസ്. ക്ലിയർ അല്ലേ? പത്താമത്തത്, റെക്കൺസിലിയേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ഈസ് റിക്വയർഡ് വെൻ. താഴെ പറയുന്ന ഏത് സിറ്റുവേഷനിലാണ് കോസ്റ്റ് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് റെക്കൺസൈൽ ചെയ്യേണ്ട സിറ്റുവേഷൻ? ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിംഗ് ഈസ് ഫോളോഡ്, സെപ്പറേറ്റ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഇൻക്ലൂഡ് അബ്നോർമൽ ഐറ്റംസ്, വേരിയൻസസ് ആർ അഡ്ജസ്റ്റഡ് മന്ത്ലി. ഏതാ ആൻസർ? ഏത് സിറ്റുവേഷനിലാണ് റെക്കൺസിലിയേഷൻ ആവശ്യമായി വരുന്നത്? സെക്കൻഡ് വൺ ആണോ? സെക്കൻഡ് വൺ ആണ്. കാരണം സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ കോസ്റ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ രീതിയിലായിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ട് അക്രൂവൽ ബേസിസിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രണ്ടിനകത്തും ചില ഐറ്റംസ് എക്സ്ട്രാ ആയിട്ട് കോസ്റ്റ് അക്കൗണ്ട്സിൽ വരുന്നുണ്ട്, അങ്ങനെ ഇൻക്ലൂഡ് അല്ലാത്ത ഐറ്റംസ് ഉണ്ട്. സോ ഇതിന്റെയൊക്കെ കാരണത്താൽ രണ്ടും തമ്മിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഒന്നായിരിക്കത്തില്ല. സോ ഇത് കാണിക്കാൻ റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. സോ റെക്കൺസിലിയേഷൻ ഈസ് എസെൻഷ്യൽ വെൻ there are separate books to explain differences in profit or loss due to different treatment. കോസ്റ്റ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റ് ഓർ ലോസ് അതായിരിക്കത്തില്ല ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ളത്. എന്തുകൊണ്ട് ഈ ഡിഫറൻസ് വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് റെക്കൺസിലിയേഷൻ, ഒരിക്കലും ഈ ഡിഫറൻസ് ഇല്ലാതാക്കാനല്ല. ഡിഫറൻസ് വന്നു, വൈ ദിസ് ഡിഫറൻസ് ഒക്വേർഡ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് റെക്കൺസിലിയേഷൻ നടക്കുന്നത്. 11ാമത്തത്, ജോബ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ജോബ് കോസ്റ്റിംഗ് എന്തിനൊക്കെയാ സ്യൂട്ടബിൾ? ജോബ് കോസ്റ്റിംഗ് കണ്ടിന്യൂസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിനാണോ സ്യൂട്ടബിൾ? ലാർജ് സ്കെയിൽ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ നടത്തുന്നവർക്കാണോ സ്യൂട്ടബിൾ? കൺസ്ട്രക്ഷൻ ഓഫ് കസ്റ്റം മെറ്റീരിയൽസ് ഓർ മെഷീനറി ഉണ്ടാക്കുന്നവർക്കാണോ? റിഫൈനറീസിനാണോ? ആർക്കാ സ്യൂട്ടബിൾ ജോബ് കോസ്റ്റിംഗ്? ഓപ്ഷൻ യെസ്, കസ്റ്റം മെഷീനറി ഉണ്ടാക്കുന്നവർ. കസ്റ്റം മെഷീനറി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നതനുസരിച്ച് മെഷീനറി ഉണ്ടാക്കി കൊടുക്കും. ഓരോ ജോബും യുണീക്ക് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞാൽ, അപ്പൊ ഓരോ ജോബും യുണീക്ക് ആണ്. ജോബ് കോസ്റ്റിംഗ് ഈസ് ഐഡിയൽ ഫോർ ഇൻഡസ്ട്രീസ് ഡീലിംഗ് ഇൻ സ്പെസിഫിക് ഐഡന്റിഫയബിൾ ജോബ്സ് ഓർ ഓർഡർ സച്ച് ആസ് കസ്റ്റം മെഷീനറി ഓർ പ്രൊജക്ട്സ്. ക്ലിയർ ആണോ? ഒരേപോലത്തെ മെഷീനറി ആണെങ്കിൽ ഈ ജോബിന്റെ ആവശ്യമില്ല, പ്രോസസ് കോസ്റ്റിംഗോ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. ഓക്കെ ആണോ? ജോബ് കോസ്റ്റിംഗ് സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫയബിൾ ജോബ് ആയിരിക്കും, അതെന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. 12ാമത്തത്, ഇൻ പ്രോസസ് കോസ്റ്റിംഗ് അബ്നോർമൽ ലോസസ് ചാർജ് ടു പ്രോസസ് അക്കൗണ്ട് ആണോ, ഇഗ്നോർഡ് ഇൻ കോസ്റ്റിംഗ് ആണോ, ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട് ആണോ, ആഡഡ് ടു ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ? അബ്നോർമൽ ലോസ് പ്രോസസ് കോസ്റ്റിംഗിൽ ഏതൊരു പ്രോസസ്സിലും നോർമൽ ലോസും ഉണ്ടാകും, അബ്നോർമൽ ലോസും ഉണ്ടാകും. അബ്നോർമൽ ലോസ് നമ്മൾ എന്ത് ചെയ്യും? അബ്നോർമൽ ലോസ് പറയാവോ? ഏതാ? എ അല്ല, സി ആണ്. ഓക്കെ ആണോ? പറയാം എന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാ. നോർമൽ ലോസ് ആണെങ്കിൽ ആ ഒരു ഗുഡ്സിന്റെ നേച്ചർ കാരണം ഉണ്ടാകുന്ന ലോസാ. അതിപ്പോ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ആ ലോസ് ഉണ്ടാകും. ഓക്കെ ആണോ? അപ്പം ഒരാള് ആ ഗുഡ്സ് മേടിക്കാൻ തയ്യാറാവുമ്പോ തന്നെ അവൻ അറിയാം ഈ ഗുഡ്സ് ഞാൻ മേടിച്ചാൽ നോർമൽ ലോസ് ഉണ്ടാവും. നോർമൽ ലോസ് ഉണ്ടായാൽ അത് ആര് വഹിക്കണം? അത് എൻഡ് കൺസ്യൂമർ ആ ലോസ് സഫർ ചെയ്യണം. അതായത് മറ്റ് ഗുഡ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, അതിലേക്ക് ആ ഒരു ലോസ് ആയ ആ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസും കൂടെ ആഡ് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? എന്നിട്ട് അവസാനം ബർഡൻ മുഴുവൻ ആ ഫൈനൽ കൺസ്യൂമറിലേക്ക് പോകും. ഓക്കെ അല്ലേ? അതാണ് നോർമൽ ലോസിന്റെ കേസ്. കാരണം അവൻ അറിയാം ഈ ഒരു ഗുഡ്സ് ആണെങ്കിൽ നോർമൽ ലോസ് ഉണ്ടാകും. സോ നമ്മൾ വഹിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ തെറ്റുകൊണ്ടൊന്നും ഉണ്ടായതല്ല. പക്ഷെ അബ്നോർമൽ ലോസ് നമ്മുടെ പിഴവ് കൊണ്ട് ഉണ്ടായതാ, അത് അവൻ സഹിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ നഷ്ടമാണ്. നമുക്കൊരു നഷ്ടം ഉണ്ടായാൽ, നമുക്കൊരു ലാഭം ഉണ്ടായാൽ നമ്മുടെ P&L കൊണ്ട് കാണിക്കണ്ടേ?
നമുക്കൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെ കൊണ്ട് കാണിക്കണം? നമ്മുടെ P&L അക്കൗണ്ടിൽ കൊണ്ട് കാണിക്കണം. കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യും, നമ്മുടെ നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട്. ക്ലിയർ ആണോ? അതാണ് അവിടെ നടക്കുന്നത്. അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ഓക്കെ ആണോ? അവിടേക്കാണ് അത് ചാർജ് ചെയ്യുന്നത്, അവിടേക്കാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അബ്നോർമൽ ലോസ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് നോർമൽ പ്രോസസ് കോസ്റ്റ്. നോർമൽ പ്രോസസ് കോസ്റ്റിന്റെ പാർട്ട് ആകത്തില്ല ആൻഡ് ഈസ് ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. കാരണം അബ്നോർമൽ ലോസ് ഉണ്ടായ നമ്മുടെ പ്രശ്നം കൊണ്ടാ, അത് ഫൈനൽ കൺസ്യൂമർ സഹിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് പ്രോസസ് കോസ്റ്റിന്റെ ഭാഗമാകത്തില്ല. ആയാൽ ഫൈനൽ കൺസ്യൂമറുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസിനകത്ത് അത് വരും. അങ്ങനെ വന്നാൽ അവൻ അത് സഹിക്കുന്ന പോലാകും. അത് പറ്റത്തില്ല. അത് നമ്മളുടെ പിഴവ് കൊണ്ടുണ്ടായതാണ്, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, നമ്മൾ അത് ചെയ്തില്ല, അതുകൊണ്ടാണ് ലോസ് ഉണ്ടായത്. നമ്മളുടെ ലോസായി നമ്മൾ തന്നെ സഹിക്കണം. ആൻഡ് ട്രീറ്റഡ് സെപ്പറേറ്റ്ലി ഇൻ കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ക്ലിയർ ആണോ? പ്രോസസ് അക്കൗണ്ടിലേക്കൊന്നും പോത്തില്ല. ഓക്കെ അല്ലേ? അതാണ് ആ ഒരു കേസ്, അബ്നോർമൽ ലോസിന്റെ കേസ്. ഇനി ഇക്വലന്റ് യൂണിറ്റ്സ് എവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗിന്റെ കേസിലാണോ, പ്രോസസ് കോസ്റ്റിംഗിന്റെ കേസിലാണോ, കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണോ, യൂണിഫോം കോസ്റ്റിംഗ് ആണോ? എവിടെയാ ഇക്വലന്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വലന്റ് യൂണിറ്റ്സ് വർക്ക് ഇൻ പ്രോഗ്രസുമായി ബന്ധപ്പെട്ട ഇക്വലന്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് ഏത് കേസിലായിരിക്കും വരാൻ സാധ്യത കൂടുതൽ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോറി, ഓപ്ഷൻ ബി ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇക്വലന്റ് യൂണിറ്റ്സ് ഹെൽപ്പ് ഇൻ അസൈനിങ് കോസ്റ്റ് ടു പാർട്ട്ലി കംപ്ലീറ്റഡ് യൂണിറ്റ് ഇൻ പ്രോസസ് കോസ്റ്റിംഗ്. ഒരു പ്രോസസ്സിൽ എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരിക്കും. ഒരു സ്റ്റേജിൽ കുറച്ച് കംപ്ലീറ്റ് ആവും, അത് അടുത്ത സ്റ്റേജിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരും, എന്നിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇക്വലന്റ് യൂണിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. Equivalent unit help in assigning cost to partly completed units in process costing where work in progress is common. Process costing ilana work in progress common ആയിട്ട് വരുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ കേസിൽ എത്രയാണോ കംപ്ലീറ്റ് ആയത് അത്രയും നിന്റെ റെമ്യൂണറേഷൻ നമ്മൾ റവന്യൂവും എക്സ്പെൻസും കാണിക്കുക എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? എക്സ്പെൻസ് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും കംപ്ലീറ്റ് ആയ പോർഷന്റെ, സർട്ടിഫൈ ആയ പോർഷന്റെ വരെ കാണിക്കും. ഇപ്പൊ കോൺട്രാക്ട് അല്ല, പ്രോസസ്. ക്ലിയർ? അവിടെ ആ വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളതാണ് ആൻസർ. ക്ലിയർ ആണോ? അത് 14ാമത്തത് ബാച്ച് കോസ്റ്റിംഗിൽ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡിറ്റർമൈനിങ് കോസ്റ്റ് പെർ യൂണിറ്റ് അത് കാണാനാണോ? ഫിക്സിംഗ് സെല്ലിംഗ് പ്രൈസ് കാണാനാണോ? മിനിമൈസിംഗ് ടോട്ടൽ കോസ്റ്റ് ആണോ? എസ്റ്റിമേറ്റിംഗ് മെറ്റീരിയൽ കൺസംഷൻ ആണോ? എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി സി ആണോ സർ? സി അല്ല. ഓക്കെ, സി ആണ്. മിനിമൈസിംഗ് ടോട്ടൽ കോസ്റ്റ്. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി ഈസ് യൂസ്ഡ് ടു ബാലൻസ് സെറ്റപ്പ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ്, എയിമിംഗ് ടു മിനിമൈസ് ദ ടോട്ടൽ കോസ്റ്റ്. അപ്പൊ സെറ്റപ്പ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഏറ്റവും കുറവായിരിക്കുന്നത് ഏത് ക്വാണ്ടിറ്റിയിലാണോ അതാണ് ഐഡിയൽ ബാച്ച്. അതാണ് ഐഡിയൽ ബാച്ച്. അത് ആ ഒരു ബാച്ച് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഏറ്റവും മിനിമൈസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. സോ മിനിമൈസിംഗ് ടോട്ടൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ബാച്ച് പ്രൊഡക്ഷൻ. അപ്പൊ ബാച്ചിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഏറ്റവും കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ കോസ്റ്റ് മിനിമം ആക്കാം. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി in a batch where setup cost and carrying cost are minimum. So ആ ഒരു ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് മിനിമൈസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും. സോ സി ആണ് മിനിമൈസിംഗ് ടോട്ടൽ കോസ്റ്റ്. കറക്റ്റ് ആൻസർ. 15ാമത്തത് വിച്ച് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് എന്ത്? വർക്ക് ഈസ് പെർഫോംഡ് അറ്റ് കസ്റ്റമർ സൈറ്റ്, ലോങ് ഡ്യൂറേഷൻ, uses cost center for each department, certified work is billed periodically. ഏതാ കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത്? സൈറ്റിലാണോ വർക്ക് നടക്കുന്നത്? കസ്റ്റമറുടെ ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ലോങ് ഡ്യൂറേഷനിലേക്കുള്ളതാണോ? ആണ്. യെസ്, സി ആണ്. സർട്ടിഫൈഡ് വർക്ക് ബില്ല് ചെയ്യുമോ? ബില്ല് ചെയ്യും. സി ആണ്. യൂസസ് കോസ്റ്റ് സെന്റേഴ്സ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഫോക്കസ് ഓൺ സ്പെസിഫിക് കോൺട്രാക്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ സ്പെസിഫിക് കോൺട്രാക്ടിനാണ് ഫോക്കസ്, അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല അവിടെ.
ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടെ കോസ്റ്റ് സെന്റർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഈച്ച് കോൺട്രാക്ട് ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. മനസ്സിലായോ? അവിടെ ഡിപ്പാർട്ട്മെന്റുകളൊന്നുമില്ല. ഓരോ കോൺട്രാക്റ്റും കോസ്റ്റ് അട്രാക്ട് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്, കോസ്റ്റ് യൂണിറ്റ്സ് ആണ് ഓരോ കോൺട്രാക്ട്. ക്ലിയർ? അവിടെ ഡിപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. അത് എവിടെയാണ് നടക്കുന്നത്? കസ്റ്റമറുടെ സൈറ്റിലാണ് നടക്കുന്നത്. ലോങ് ഡ്യൂറേഷൻ ആണ്. വർക്ക് കഴിയുന്നതനുസരിച്ച് നമ്മളുടെ കസ്റ്റമർ സർട്ടിഫൈ ചെയ്യുന്ന വർക്കിന്റെ അത്രയും റവന്യൂവും എക്സ്പെൻസും നമ്മൾ ആ ഒരു വർഷം കാണിച്ചു പോകും. ക്ലിയർ ആണോ? അതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. പിന്നെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് ഡബിൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് പ്രൈമർലി യൂസ്ഡ് ബൈ. ആരാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? മാനുഫാക്ചറിംഗ് കമ്പനികളാണോ? ബാങ്കിങ് കമ്പനിയാണോ? ട്രേഡിംഗ് ഫേം ആണോ? ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനികളാണോ? ഓപ്ഷൻ സി ആ, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനികൾ. നമ്മൾ പറഞ്ഞു ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്? പബ്ലിക് യൂട്ടിലിറ്റി പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, ഗവൺമെന്റ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ. അതായത് അവർ ഒരു പരിധി വരെ ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ? അങ്ങനത്തെ കമ്പനികൾക്കാണ് ഡബിൾ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം വഴി പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് ട്രഡീഷണലി ഫോളോഡ് ബൈ പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി. പബ്ലിക് യൂട്ടിലിറ്റി കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഡബിൾ അക്കൗണ്ടിങ്, ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ എൻറ്റിറ്റീസ് ഇവരൊക്കെയാണ് അത് ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റലും റവന്യൂ ട്രാൻസാക്ഷൻസും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ ആണോ? കാരണം ഇതെല്ലാം ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളാണ്, ഒരുപാട് ക്യാപിറ്റൽ വേണ്ടതാണ്. സോ ക്യാപിറ്റലിന്റെ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ബാലൻസ് ഷീറ്റ് രണ്ടായിട്ട് തിരിക്കും. ക്യാപിറ്റലിന്റെ ഒരു ഭാഗവും ഉണ്ട്, ജനറൽ ബാലൻസ് ഷീറ്റും ഉണ്ട്. ആ രീതിയിലായിരിക്കും കണക്കാക്കുക. ഓക്കെ ആണോ? അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെയുണ്ട്? ഓൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇയർ ഇൻക്ലൂഡ് ചെയ്യുമോ? ഓൾ കറന്റ് ലൈബിലിറ്റി ആൻഡ് അസറ്റ് ഇൻക്ലൂഡ് ചെയ്യുമോ? എക്സ്പെൻഡിച്ചർ ഓൺ ഫിക്സഡ് അസറ്റ് ആൻഡ് റിലേറ്റഡ് ക്യാപിറ്റൽ റെസീറ്റ്സ്. ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറുകൾ എല്ലാ ക്യാപിറ്റൽ റെസീറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുമോ? റവന്യൂ ഫ്രം സെയിൽ ആൻഡ് സർവീസസ് അത് ഇൻക്ലൂഡ് ചെയ്യുമോ? എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ? യെസ്, സി ആണ്. എക്സ്പെൻഡിച്ചർ ഓൺ ഫിക്സഡ് അസറ്റ് ആൻഡ് റിലേറ്റഡ് ക്യാപിറ്റൽ റെസീറ്റ്. ക്യാപിറ്റൽ റെസീറ്റും അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കാണിക്കാനാണ് സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്യാപിറ്റൽ ഇതുവഴിയൊക്കെ സ്വരൂപിച്ചു, അതെങ്ങനെയൊക്കെ വിനിയോഗിച്ചു. The capital account in the double account system reflect the amount spent on acquiring fixed asset and the sources of capital used to finance them. എങ്ങനെ നമുക്ക് ക്യാപിറ്റൽ കിട്ടി, അതെങ്ങനെ വിനിയോഗിച്ചു. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പ്രത്യേകിച്ച് ഫിക്സഡ് അസറ്റിന്റെ എക്സ്പെൻഡിച്ചർ, അതുപോലെ ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ വന്ന വഴി, ഇത് കാണിക്കാനാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി വൺ ഓഫ് ദ കീ ഫീച്ചർ ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് കമ്പൈനിങ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ഇൻ എ സിംഗിൾ അക്കൗണ്ട്. ഒരൊറ്റ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസിനെ കമ്പൈൻ ചെയ്യും. അതാണോ കീ ഫീച്ചർ? അതോ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് ഒൺലി അറ്റ് ഇയർ എൻഡ്, ഇയർ എൻഡിൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണോ കീ ഫീച്ചർ? സെപ്പറേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്, അതാണോ യൂസിംഗ് ഓഫ് ടി അക്കൗണ്ട് ഒൺലി? ഏതാണ്? സി ആണ്. സി ആണ്, സെപ്പറേറ്റ് ചെയ്യുന്നു. ടി അക്കൗണ്ട്സ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ആസ് ഓൺ അറ്റ് എ പെർട്ടിക്കുലർ ഡേറ്റ് ആസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഇയർ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപിറ്റൽ റവന്യൂ ഒന്നും ഒരുമിച്ചല്ല ഇവിടെ കാണിക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെപ്പറേറ്റ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ഇൻ ഫൈനൽ അക്കൗണ്ട്. The defining feature is a separate treatment of capital and revenue transaction to ensure clarity in public utility finances. ഓക്കെ ആണോ? കാരണം പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനൊരു ട്രാൻസ്പെറൻസി വേണം. അവിടെ കൂടുതലും ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. അപ്പം വലിയ മെഷീൻസും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടതായിട്ട് വരും. അത് മേടിക്കാനുള്ള പൈസ എങ്ങനെ കിട്ടിയാൽ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നത് കൃത്യമായിട്ട് എടുത്തു കാണണം. അതിനാണ് സെപ്പറേറ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. What does clear profit mean in the context of double account system? Double account systemത്തിൽ clear profit എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം സെയിൽ, സെയിൽ ചെയ്ത് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണോ? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് അപ്രോപ്രിയേഷൻസ് ആണോ? പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് പെർ റെഗുലേറ്ററി നോംസ് ആണോ? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ആണോ? ഏതാണ് എന്തെന്ന് പറയുന്നത് ക്ലിയർ പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി ആ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് പെർ റെഗുലേറ്ററി നോംസ്. ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റഡ് ആസ് പെർ റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് ആഫ്റ്റർ അലൗവിംഗ് നെസസറി എക്സ്പെൻസസ് ആൻഡ് റിസർവ് അപ്രോപ്രിയേഷൻ ആൻഡ് യൂസ് ടു ഡിറ്റർമൈൻ റീസണബിൾ റിട്ടേൺ. ക്ലിയർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസിലാണ് റീസണബിൾ റിട്ടേൺസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ നിയമം പറയുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പ്രോഫിറ്റ്. നമ്മൾ ഉണ്ടാക്കിയ സെയിൽ ഉണ്ടായിരിക്കും, റവന്യൂ ഉണ്ടായിരിക്കും, ക്ലിയർ, ആ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെൻസസുകളൊക്കെ ഡിഡക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ക്ലിയർ പ്രോഫിറ്റ്. അതിന്റെ ബേസിസിലാണ് റീസണബിൾ റിട്ടേൺസ് കണ്ടെത്തുന്നത്. അത് ഓവർ ആണെങ്കിലാണ് ഡിസ്പോസലിലേക്ക് പോകുന്നത്. ക്ലിയർ പ്രോഫിറ്റ് റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞിരുന്നല്ലോ അന്ന് പഠിപ്പിച്ചപ്പോ, അപ്പൊ അത് ഏതാണ് ഇതിന്റെ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് വരുന്നത്? പബ്ലിക് യൂട്ടിലിറ്റി, അത് ഞാനൊന്ന് കൊടുക്കാൻ എന്റെ ആൻസറെ. പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ, അങ്ങനെ പലതും ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ അതിന്റെ അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റിയുടെ കേസ് ആണെങ്കിൽ ഇന്ത്യയിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് ബോർഡാണോ തീരുമാനിക്കുന്നത് അവരായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ റേറ്റും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുപോലെ ഓരോ രാജ്യത്തും ആ ഒരു പെർട്ടിക്കുലർ മേഖല, ഇലക്ട്രിസിറ്റി ആണെങ്കിൽ, ഇലക്ട്രിസിറ്റി സപ്ലൈ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്പെക്സ് അതോറിറ്റി ആരാണോ അവരായിരിക്കും. അങ്ങനെ ഒരു ഒറ്റ അതോറിറ്റി ഇല്ല. ഓരോ മേഖലയിൽ ഇപ്പൊ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി ആണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നത് ആ അപ്പെക്സ് അതോറിറ്റി കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പൊ വാട്ടർ അല്ലെങ്കിൽ ഗ്യാസ് അതുപോലത്തെ സംഭവമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ വിച്ച് കൈൻഡ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് യു ആർ പ്രൊവൈഡിങ്, യു ഷുഡ് ഫോളോ ദി ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ബൈ ദി കൺസേൺഡ് റെഗുലേറ്ററി അതോറിറ്റി. ക്ലിയർ? ഒറ്റൊരു റെഗുലേറ്ററി അതോറിറ്റി എന്നും പറഞ്ഞില്ല. ഓക്കെ ആണോ? പല രാജ്യത്തും അത് പലതാണ്. ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ അപ്പെക്സ് അതോറിറ്റികൾ മറ്റു രാജ്യങ്ങളിലുണ്ട്, അവരുടെ ഗൈഡ് ലൈൻസ് ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റൊരു ബോഡി ഇല്ല, ഒരു കോമൺ ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ഒരു ബോഡി ഇല്ല. ക്ലിയർ? പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അതിനൊക്കെ അതുമായി കൺസേൺഡ് ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡി പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. സ്പെസിഫിക് ആക്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്പെസിഫിക് ആക്ടോ ഒന്നുമില്ല, സ്പെസിഫിക് ആക്ട് ഇല്ല. ഞാൻ എന്റെ ആൻസർ ഞാൻ ഷെയർ ചെയ്തായിരുന്നു ആക്ച്വലി. നോക്കട്ടെ, ഒരു മിനിറ്റ്. കുറച്ച് മുന്നേ ആയിരുന്നത് കൊണ്ടേ പല രാജ്യങ്ങളിലും അത് പല രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. എക്സാമ്പിൾസ് ഞാനന്ന് എടുത്തിട്ട് ഞാൻ ഇട്ടായിരുന്നു, ഞാനതിപ്പോ ഓർക്കുന്നില്ല, അതാണ് ഇഷ്യൂ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, കിട്ടി. ഓക്കെ, അപ്പൊ റെഗുലേറ്ററി അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്. അവരാണ് പവർ സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന റെഗുലേറ്ററി അതോറിറ്റി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിൽ പ്രവർത്തിക്കുന്ന ഒരു പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി ആണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത് ഈ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കമ്മീഷന്റെ ഗൈഡ് ലൈൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ കൺസേൺഡ് ആയിട്ടുള്ളതുണ്ട്. ഫോർ എക്സാമ്പിൾ UK ഓഫീസ് ഓഫ് ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി മാർക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ ഓസ്ട്രേലിയൻ എനർജി റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ എനർജി എന്ന് പറയുന്ന ആ ഒരു മേഖല മാത്രമാണ് പറയുന്നത്. അതുപോലെ മറ്റു മേഖലകളിൽ പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺസേൺഡ് അതോറിറ്റീസ്. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പറയുന്നത്, നമ്മൾ ആ ഒരു കോമൺ ഒറ്റൊരെണ്ണം എന്ന രീതിയിൽ പറയാനായിട്ടില്ല. ഓക്കെ ആണോ? അതുമായി ബന്ധപ്പെട്ട ആക്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലിയർ ആണോ?
Which of the following is not considered while calculating clear profit? Clear profit calculate ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഏതാണ് കൺസിഡർ ചെയ്യാത്തത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, റീസണബിൾ റിട്ടേൺസ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഏതാ കൺസിഡർ ചെയ്യാത്തത്? ഏതായിരിക്കും? റീസണബിൾ റിട്ടേൺ ആണോ? യെസ്, കാരണം റീസണബിൾ റിട്ടേൺ ക്ലിയർ പ്രോഫിറ്റ് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ കണ്ടെത്തുന്നത്. റീസണബിൾ റിട്ടേൺ is calculated after determining clear profit, not deducted to arrive at it. It is compared with clear profit to decide surplus distribution. Reasonable റിട്ടേൺ കണ്ടെത്തി ക്ലിയർ പ്രോഫിറ്റുമായി കമ്പയർ ചെയ്തിട്ടാണ് സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇനി റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ റവന്യൂ ആണോ, ക്യാപിറ്റൽ ബേസ് അപ്രൂവ്ഡ് ബൈ ദ അതോറിറ്റി ആണോ, നെറ്റ് അസറ്റ് ആണോ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹെൽഡ് ആണോ? എന്തിന്റെ മേലാണ് റീസണബിൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റീസണബിൾ റിട്ടേൺ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ക്യാപിറ്റൽ ബേസ് അപ്രൂവ്ഡ് ബൈ ദ അതോറിറ്റി. റീസണബിൾ റിട്ടേൺ ഈസ് കമ്പ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദ ക്യാപിറ്റൽ ബേസ്, the value of fixed asset and other approved capital employed in operation as per government norms. Government പറയുന്ന നോംസിനനുസരിച്ച് അതോറിറ്റി ഫിക്സ് ചെയ്യുന്ന ക്യാപിറ്റൽ ബേസ്, അതിന്റെ മേലാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് റീസണബിൾ റിട്ടേൺ. ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ളവർ റീസണബിൾ റിട്ടേൺസ് എത്രയാണ് ഏൺ ചെയ്യേണ്ടത്? ക്ലിയർ? അതിനെ ക്ലിയർ പ്രോഫിറ്റുമായി കമ്പയർ ചെയ്യും. എക്സസ് ഉണ്ടെങ്കിൽ സർപ്ലസ് ആണ്, അതിനെ എന്ത് ചെയ്യും? അതിനെ സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും. ഡിസ്പോസൽ ഓഫ് സർപ്ലസ് ഈസ് ഗവേൺഡ് ബൈ. ഡിസ്പോസൽ ഓഫ് സർപ്ലസ് ഏതാണ് ഗവേൺ ചെയ്യുന്നത്? ബോർഡ് ഡിസിഷൻസ് ഓൺലി, ഇൻകം ടാക്സ് ആക്ട് ആണോ, പ്രൊവിഷൻ അണ്ടർ ഇലക്ട്രിസിറ്റി ആക്ട് ഓർ ലൈസൻസിങ് ടേംസ് ആണോ, റിസർവ് ബാങ്ക് ഗൈഡ് ലൈൻസ് ആണോ? ഡിസ്പോസൽ ഓഫ് സർപ്ലസ്, ഇങ്ങനെ സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്നത് ഏതിന്റെ ബേസിസിലായിരിക്കും? ഏതിന്റെ ബേസിസിലായിരിക്കും? പ്രൊവിഷൻ അണ്ടർ ഇലക്ട്രിസിറ്റി ആക്ട് ഓർ ലൈസൻസിങ് ടേംസ്. Public utility companies dispose of surplus, excess of clear profit over reasonable profit according to a statutory regulations. ഇതിനകത്ത് ഈ പറയുന്നതിനകത്ത് ഇലക്ട്രിസിറ്റി ബന്ധപ്പെട്ട പബ്ലിക് യൂട്ടിലിറ്റി ആണെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട അതോറിറ്റി, ക്ലിയർ, അവര് പുറപ്പെടുവിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം ചെയ്യാൻ. അതുപോലെ വേറെ ഏതെങ്കിലും പബ്ലിക് യൂട്ടിലിറ്റി ആണെങ്കിൽ ആ കൺസേൺഡ് അതോറിറ്റി, ക്ലിയർ. ഇൻകം ടാക്സ് ആക്ടിന് ഇതിനകത്ത് ഒരു സേ ഇല്ല. ആ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ല ഡിസിഷൻ എടുക്കുന്നത്. റിസർവ് ബാങ്കിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആകെ ബന്ധമുള്ളത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണോ ആ മേഖലയുമായി ബന്ധപ്പെട്ട അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ഗൈഡ് ലൈൻ. ക്ലിയർ ആണോ? അതനുസരിച്ച് വേണം, അവര് പറയുന്ന രീതിയിൽ വേണം സർപ്ലസിനെ എന്ത് ചെയ്യാൻ? ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് പറയുന്ന രീതിയിൽ വേണം സർപ്ലസിനെ ഡിസ്പോസ് ചെയ്യാൻ. ഇൻകം ടാക്സ് ആക്ട് ഈ കാര്യങ്ങൾ ഇടപെടുന്നില്ല. റിസർവ് ബാങ്കിന് ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അവരുടെ കാര്യമല്ല അത്. പിന്നെ ബോർഡല്ല ഡിസൈഡ് ചെയ്യുന്നത്. ബോർഡിന് ഇഷ്ടമുള്ള രീതിയിൽ സർപ്ലസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ സർപ്ലസ് വിനിയോഗിക്കാൻ പറ്റത്തില്ല. അത് ആ പറയുന്ന റെഗുലേറ്ററി അതോറിറ്റിക്ക് അനുസരിച്ച് വേണം പോകാൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, ലൈക്ക് ദ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്. അപ്പൊ അത് പ്രകാരം എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? Which of the following is true under the double account system? The balance sheet show total liability and asset. അതാണോ? Profit is calculated after preparing balance sheet. Balance sheet prepare ചെയ്തതിനു ശേഷമാണോ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? ഇനി revenue and capital accounts are merged. രണ്ടും ഒരുമിച്ചാണോ കാണിക്കുന്നത്? There is no requirement to show capital receipt. Capital receipt കാണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിൽ ഏതാണ് ട്രൂ അണ്ടർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രകാരം ഇതിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത്? സി ആണ്. എ ആണ്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ലൈബിലിറ്റിയും അസറ്റും കാണിക്കും. രണ്ടായി തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ ബാലൻസ് ഷീറ്റും ക്യാപിറ്റലുമായിട്ട് തിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ദോ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ ആർ ഷോൺ സെപ്പറേറ്റ്ലി ഇൻ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, എ ബാലൻസ് ഷീറ്റ് ഈസ് സ്റ്റിൽ പ്രിപ്പയർഡ് ടു ഷോ ടോട്ടൽ ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ. അതിനെ രണ്ടായിട്ട് തിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഐറ്റംസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ആസ് എ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റും ലൈബിലിറ്റിയും തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കേ. പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. ഒരിക്കലും അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർ മെർജ്. ഒരിക്കലും ഡബിൾ അക്കൗണ്ടിൽ അത് മെർജ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആണ്. ദർ ഇസ് നോ റിക്വയർമെന്റ് ടു ഷോ ക്യാപിറ്റൽ റെസീറ്റ്. ക്യാപിറ്റൽ റെസീറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ റെസീറ്റ് കാണിക്കും.
അപ്പൊ ഈ 3 തെറ്റാന്ന് അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ശരി ഏതാണ്? ബാലൻസ് ഷീറ്റ് ഷോ ടോട്ടൽ ലൈബിലിറ്റി ആൻഡ് അസറ്റ്. സെപ്പറേറ്റ് ചെയ്യുന്നു വിചാരിച്ച് ബാലൻസ് ഷീറ്റ് ആകാതിരിക്കത്തില്ല. ഇറ്റ് ഇസ് എ ഷീറ്റ് ഓഫ് ബാലൻസസ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദി ബാലൻസസ്. ഇപ്പൊ ലൈബിലിറ്റിയും അസറ്റിന്റെ ടോട്ടൽ അവിടെ കാണിക്കുന്നുണ്ട്. 2 സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളത് മാത്രമേ. 9ാമത്തത്, the replacement of an old asset under the double account system is treated as revenue expenditure, capital expenditure, charged to development reserve, debited to revenue account only. നമുക്കൊരു ഓൾഡ് അസറ്റ് ഉണ്ട്, അത് റീപ്ലേസ് ചെയ്യുന്നു ഡബിൾ അക്കൗണ്ടിൽ. ഈ റീപ്ലേസ്മെന്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഈ റീപ്ലേസ്മെന്റ് എന്ന പ്രോസസ് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, റീപ്ലേസ്മെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, അതിനെ ഡെവലപ്മെന്റ് റിസർവിലേക്ക് ചാർജ് ചെയ്യുകയാണോ, അതോ റവന്യൂ അക്കൗണ്ടിൽ കൊണ്ട് ഡെബിറ്റ് ചെയ്യുകയാണോ? എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്? റീപ്ലേസ്മെന്റ്, പഴകിയ അസറ്റ് റീപ്ലേസ് ചെയ്യണം, പുതിയത് മേടിക്കണം, എക്സ്പെൻഡിച്ചർ ഒക്കെ ആകും. അതെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ബി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം പുതിയ അസറ്റ് മേടിക്കുമ്പോൾ ഫോർ ലോങ് ടേം ബെനിഫിറ്റ്. സോ ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റീപ്ലേസ്മെന്റ് ഓഫ് ആൻ അസറ്റ് ഇസ് ഷോൺ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ഫസ്റ്റ് സബ് ഡിവിഷൻ ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. ആൻഡ് ദ വാല്യൂ ഓഫ് ദ റീപ്ലേസ്ഡ് അസറ്റ് ഇസ് ഡിഡക്റ്റഡ് ടു ഷോ ദ നെറ്റ് അഡീഷൻ ടു ക്യാപിറ്റൽ. ഓക്കെ ആണോ? റീപ്ലേസ് ചെയ്ത അസറ്റിന്റെ വാല്യൂ ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് നെറ്റ് അഡീഷൻ ടു ക്യാപിറ്റൽ കിട്ടും. പുതിയതായിട്ട് എത്രയും കൂടെ ക്യാപിറ്റലിലേക്ക് വന്നു എന്ന കാര്യം കിട്ടും. ഓക്കെ ആണോ? റീപ്ലേസ് ചെയ്യുമ്പോൾ. സോ ക്യാപിറ്റൽ മെറ്റീരിയൽ അതൊരു പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. Replacement of fixed assets recorded separately. When all the assets are replaced, the cost is written off separately instead of adjusting it in capital account. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കണം. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണത്. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ ആക്ച്വൽ എമൗണ്ട് ഓഫ് റീപ്ലേസ്മെന്റും അവിടെ നമ്മൾ കാണിക്കും. അപ്പൊ അതിന്റെ നെറ്റ് എമൗണ്ട് ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നതിന് തുല്യമായിരിക്കും. ഇപ്പൊ നെറ്റ് അഡീഷൻ ടു ക്യാപിറ്റൽ അവിടെ വരും. നെറ്റ് അഡീഷൻ എത്ര വന്നു എന്നുള്ളത് ക്ലിയർ ആണോ? അപ്പൊ അതിലെന്താ ഇപ്പൊ അങ്ങനെ ഇറ്റ്സ് നോട്ട് അഡ്ജസ്റ്റഡ്, അപ്പൊ അഡീഷണലും ആണെങ്കിലും അഡ്ജസ്റ്റഡ് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ പറയാനായിട്ട് പറ്റത്തില്ല. ഒരു എക്സ്പെൻഡിച്ചർ വരുമ്പോ ആ എക്സ്പെൻഡിച്ചർ അവിടെ കാണിക്കുകയാണ് ചെയ്തത്. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ എന്താ പറയുന്നേ അസറ്റ് ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, അതിനെ പ്രോപ്പർ ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പുതിയത് അതിന്റെ പ്ലേസിലേക്ക് വരുന്നു. അതാണ് സാധാരണ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഡിപ്രീസിയേഷൻ പോലെ കുറച്ച് കൊണ്ടുവന്ന് കളയുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു ചെലവ് ഉണ്ടായി കഴിയുമ്പോൾ ചെലവ് കാണിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. ചെലവുണ്ടായാൽ ചെലവ് കാണിക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിക്കണം. ഓക്കെ? അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ മെഷീനോ എക്സ്പെൻസോ അല്ലെങ്കിൽ അസറ്റോ കാണും. ആ അസറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ലാതാക്കുന്നില്ല, റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റീപ്ലേസ്മെന്റ് ഓഫ് ആൻ അസറ്റ് ഇസ് ഷോൺ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദ വാല്യൂ ഓഫ് റീപ്ലേസ്ഡ് അസറ്റ് ഇസ് ഡിഡക്റ്റഡ് ടു ഷോ ദ നെറ്റ് അഡീഷൻ ടു ക്യാപിറ്റൽ. ഇപ്പൊ ക്യാപിറ്റലിലേക്കുള്ള നെറ്റ് അഡീഷൻ കാണിക്കാൻ വാല്യൂ ഓഫ് റീപ്ലേസ്ഡ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഡക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ ആണോ? മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താ? It is unsuitable for financial institution. It merges revenue and capital account. It doesn't reveal true financial position. Complex and not flexible for modern business. Major advantage ado chodichekkunna. Major advantage. The main disadvantage. Sorry, main disadvantage. മെർജ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല, പക്ഷെ അത് കോംപ്ലക്സ് ആണ്. ഫ്ലെക്സിബിൾ, നോട്ട് ഫ്ലെക്സിബിൾ ഫോർ മോഡേൺ ബിസിനസ്. മോഡേൺ ബിസിനസ്സിന് അത് ഫ്ലെക്സിബിളേ അല്ല.
ഈ ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ നമുക്ക് തോന്നും ഫസ്റ്റ് ഓപ്ഷൻ ആണ് ശരിയെന്ന്. പക്ഷെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമല്ല, ഞാൻ ആ ഒരു PPT ലാസ്റ്റ് പറയുന്നുണ്ട്, ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ പബ്ലിക് യൂട്ടിലിറ്റി കമ്പനികൾ പോലും ഈ പെർട്ടിക്കുലർ ഡബിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യാതെ സാധാരണ അക്കൗണ്ട്സിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമല്ല, അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനികൾക്കും ഒക്കെയും ഇതൊരു എന്താ പറയുന്നത് കോംപ്ലക്സ് സിസ്റ്റം ആയതുകൊണ്ട് ഇൻകൺവീനിയന്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് അവർ പതിയെ അതിനകത്തു നിന്ന് മാറുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ചിലരെങ്കിലും അതിനകത്ത് തന്നെ നിൽക്കുന്നത്. ഓക്കെ ആണോ? അതാ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന മേജർ ഡിസഡ്വാൻറ്റേജ്. ഒന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, പക്ഷെ അതിനെ എല്ലാത്തിനെയും കൂടെ കൺസോൾഡേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോംപ്ലക്സ് ആൻഡ് നോട്ട് ഫ്ലെക്സിബിൾ ഫോർ മോഡേൺ ബിസിനസ്. മോഡേൺ ബിസിനസ് ഏത് രീതിയിലുള്ള ബിസിനസ്സും ആയിക്കോട്ടെ, അതിന് സ്യൂട്ടബിൾ അല്ല ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അതാണ് അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മേജർ ഡിസഡ്വാൻറ്റേജ്. The system is complicated and not suitable for diversified or modern private businesses due to its rigid structure and multiple account preparation requirements. Okay ആണോ? 11ാമത്തത്, which is not included in capital account under double account system. ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? Cost of new plant, proceeds from share issue, repair and maintenance, loan taken for asset purchase. Capital accounting include ചെയ്യാതെ. ക്യാപിറ്റൽ റെസീറ്റ് എല്ലാം വരും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരും. എന്താണ് അതിനകത്ത് വരാത്തത്? റവന്യൂ ഐറ്റം വരില്ല. അപ്പൊ ഏതാ വരാത്തെ? യെസ്, സി, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്. അതെന്താ? റവന്യൂ എക്സ്പെൻഡിച്ചറാ. റവന്യൂ എക്സ്പെൻഡിച്ചർ റിപ്പയർ ചെയ്യുന്നു, അത് റെക്കറിംഗ് ഇൻ നേച്ചറാ. റവന്യൂ എക്സ്പെൻഡിച്ചർ റിപ്പയർ ചെയ്ത് ഒരിക്കൽ റിപ്പയർ ചെയ്താൽ പിന്നെ റിപ്പയർ ചെയ്യാതെ ഇരിക്കുവാണോ? അല്ല, മെയിൻ്റനൻസ് ഒക്കെ കാലാനുസൃതമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ അതെന്താ? റവന്യൂ നേച്ചറാ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതാ വരുന്നത്? ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മാത്രമാണ്. കോസ്റ്റ് ഓഫ് ന്യൂ പ്ലാന്റ്, പുതിയ പ്ലാന്റ് മേടിച്ച് അതിന്റെ കോസ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാ, ചെലവായി ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്. ഓക്കെ. പ്രൊസീഡ്സ് ഫ്രം ഷെയർ ഇഷ്യൂ, ഷെയർ വിറ്റ് കാശ് കിട്ടി, റവന്യൂ ക്യാപിറ്റൽ റെസീറ്റ് ആണ്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. ലോൺ ടേക്കൺ ഫോർ അസറ്റ് പർച്ചേസ്, അസറ്റ് പർച്ചേസ് ചെയ്യാൻ ലോൺ എടുത്തു, അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്, പൈസ കിട്ടിയതാ, അത് ഉപയോഗിച്ചുകൊണ്ട് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരും. എന്ത് വരത്തില്ല? റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വരത്തില്ല. അത് റവന്യൂ നേച്ചറിലുള്ളതാ, റവന്യൂ എക്സ്പെൻഡിച്ചറാ ആൻഡ് ആർ റെക്കോർഡ് ഇൻ റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, നോട്ട് ദി ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ ആണോ? 12ാമത്തത്, the revenue account under the double account system include share capital and debenture, cost of building construction, interest on capital, sale of old fixed asset. Sale of old fixed asset. Revenue account under the double account system include. ഇതിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഏതാ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒറ്റൊരു ഐറ്റമേ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതാ? ഓപ്ഷൻ സി. കറക്റ്റ്, ഓപ്ഷൻ സി ആ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് എപ്പോഴും കിട്ടത്തില്ലേ? റെക്കറിംഗ് ഇൻ നേച്ചർ അല്ലേ? ഇൻട്രസ്റ്റ് പെർ ആനാണ് സാധാരണ കിട്ടുന്നത്. അപ്പൊ എല്ലാ വർഷവും കിട്ടത്തില്ലേ ഇൻട്രസ്റ്റ്? റെക്കറിംഗ് ആ. അപ്പൊ അത് റവന്യൂ റെസീറ്റ് അല്ലേ? റവന്യൂ റെസീറ്റ് ആണെങ്കിൽ അത് എവിടെ എഴുതാം? നമ്മുടെ റവന്യൂ അക്കൗണ്ടിൽ കൊണ്ട് എഴുതാം. പക്ഷെ ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും ക്യാപിറ്റൽ ഐറ്റമാണ്. കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ക്യാപിറ്റൽ ഐറ്റം ആണ്. സെയിൽ ഓഫ് ഓൾഡ് ഫിക്സഡ് അസറ്റ് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. മനസ്സിലായി? അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐറ്റം, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ്. ക്ലിയർ ആണോ? സോ അത് വരത്തില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ആൻ എക്സ്പെൻസ്, അതൊരു എക്സ്പെൻസാ, റവന്യൂ എക്സ്പെൻഡിച്ചർ അഥവാ എക്സ്പെൻസാ ആൻഡ് ഷോൺ ഇൻ റവന്യൂ അക്കൗണ്ട്. ക്യാപിറ്റൽ റെസീറ്റ് ലൈക്ക് ഷെയർ ക്യാപിറ്റൽ ആൻഡ് അസറ്റ് സെയിൽ പ്രൊസീഡ്സ് ആർ ഷോൺ ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. അതെവിടെ കാണിക്കും? ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. 13ാമത്തത്, ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. മെയിൻ ഡിഫറൻസ് ഏതാ? നേച്ചർ ഓഫ് ബിസിനസ്സിലാണോ, മാനർ ഓഫ് അസറ്റ് ഡിസ്പോസലിലാണോ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ആണോ, യൂസ് ഓഫ് ഡിപ്രീസിയേഷൻ ആണോ? ഏതിനകത്താ സിംഗിൾ ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഡിഫർ ചെയ്യുന്നത്? സി അല്ലേ? യെസ്, ട്രീറ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂവിലാണ് ഡിഫർ ചെയ്യുന്നത്. അതാണ് കോർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ് ആർ സ്ട്രിക്ട്ലി സെപ്പറേറ്റഡ്. എവിടെ? ഡബിൾ അക്കൗണ്ട്സിൽ. സിംഗിൾ അക്കൗണ്ട്സിൽ ഇങ്ങനെ സെപ്പറേഷൻ ഇല്ല. ക്യാപിറ്റൽ റവന്യൂ ഐറ്റംസിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതൊരൊറ്റ അക്കൗണ്ട് ആയിട്ട് നമ്മൾ പല സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതിനകത്ത് റവന്യൂ ഐറ്റംസ് ചിലതിനകത്ത് വരും, ക്യാപിറ്റൽ വരും, എടുത്ത് കാണിക്കുന്നില്ല.
ക്യാപിറ്റൽ ഐറ്റം എല്ലാം ഇവിടെ, ക്യാപിറ്റലിന്റെ റെസീറ്റും എക്സ്പെൻഡിച്ചർ ഒരൊറ്റ സ്ഥലത്ത് എന്ന രീതി കാണിക്കുന്നില്ല. ഓക്കെ ആണോ? 14ാമത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത്? ഗ്രേറ്റർ ക്ലാരിറ്റി ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, enable accurate rate fixing, simple and easy to maintain, good for regulated industries. ഏതാണ്? ഡിസഡ്വാൻറ്റേജ് നോക്കിയപ്പോ നമ്മൾ ഡിസഡ്വാൻറ്റേജ് കണ്ടതാണ്. ഏതാണ്? ഓപ്ഷൻ സി ആ. ഡിസഡ്വാൻറ്റേജ് എന്താ? അത് കോംപ്ലക്സ് ആണെന്നുള്ളതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ ആണോ? ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ഒരിക്കലും സിമ്പിൾ ആണെന്നുള്ളത് അഡ്വാൻറ്റേജ് ആകത്തില്ല. ഓക്കെ ആണോ? അതാണ് തെറ്റ്. വിച്ച് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്. സിമ്പിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് തെറ്റാണ്. അത് കോംപ്ലക്സ് ആയതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ആൾക്കാർ മാറുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. ഗുഡ് ഫോർ റെഗുലേറ്റഡ് ഇൻഡസ്ട്രി, റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് ഇത് നല്ലതാണ്. സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ കാണാൻ സാധിക്കും. ട്രാൻസ്പെറൻസി കുറച്ചുകൂടെ വരും. ക്യാപിറ്റൽ ഇതുവഴി വന്നു, അതെങ്ങനെ ഉപയോഗിച്ചു എന്ന് കുറച്ചുകൂടെ അറിയാൻ സാധിക്കും. ട്രാൻസ്പെറൻസി കുറച്ചുകൂടെ വരും. ക്ലിയർ ആണോ? ഇനി ഗ്രേറ്റർ ക്ലാരിറ്റി ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, റവന്യൂ ഐറ്റംസ് ഏത്, ക്യാപിറ്റൽ ഐറ്റംസ് ഏത്, ക്ലാരിറ്റി വരും. എനേബിൾ ആക്യുറേറ്റ് റേറ്റ് ഫിക്സിംഗ്, പ്രോപ്പർ ആയിട്ട് അതോറിറ്റീസ് ഉണ്ട്, അവരുടെ റേറ്റ് ഫിക്സ് ചെയ്യും. അതൊക്കെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് തന്നെ. പക്ഷെ സിമ്പിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ സാധിക്കത്തില്ല. അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ. 15ാമത്തത്, ഇൻ ഫൈനൽ അക്കൗണ്ട് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ദ നെറ്റ് റവന്യൂ അക്കൗണ്ട് ഷോസ്. നെറ്റ് റവന്യൂ അക്കൗണ്ട് എന്തിനെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആണോ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണോ? റവന്യൂ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആഫ്റ്റർ എക്സ്പെൻസസ് ആണോ? ടോട്ടൽ പ്രോഫിറ്റ് ആഫ്റ്റർ അപ്രോപ്രിയേഷൻ ആണോ? നെറ്റ് റവന്യൂ അക്കൗണ്ട് എന്താണ് കാണിക്കുന്നത്? നെറ്റ് റവന്യൂ അക്കൗണ്ട്സ് റവന്യൂ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആഫ്റ്റർ എക്സ്പെൻസ്. നെറ്റ് റവന്യൂ അക്കൗണ്ട് തന്നെയാണ് ഈ റവന്യൂ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. റിഫ്ലക്ട് ഓപ്പറേഷണൽ റിസൾട്ട്, ദാറ്റ് മീൻസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആഫ്റ്റർ ഓൾ ഓപ്പറേറ്റിംഗ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ അക്കൗണ്ടഡ് ഫോർ. എല്ലാ ഓപ്പറേറ്റിംഗ് റവന്യൂവും എക്സ്പെൻസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ട് സർപ്ലസ് ആകാം, ഡെഫിസിറ്റ് ആകാം. ക്ലിയർ ആണോ? അത് കാണിക്കുന്നതാണ് റവന്യൂ അക്കൗണ്ടിൽ. ഓക്കെ ആണോ? ഓപ്പറേഷണൽ റവന്യൂ എക്സ്പെൻസും ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് റവന്യൂ നേച്ചറിലുള്ള കാര്യങ്ങൾ മാത്രം. റവന്യൂ റെസീപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ അതേ അവിടെ എടുക്കത്തുള്ളൂ. ക്യാപിറ്റൽ എല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഓക്കെ ആണോ?